കലാഭവൻ മണിയുടെ ശരീരത്തിൽ വിഷമദ്യത്തിന്റെ അംശം സ്ഥിരീകരിച്ചു. ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനയിലാണ് വിഷമദ്യത്തിന്റെ അളവ് സ്ഥിരീകരിച്ചത്. മീഥൈൽ ആൽക്കഹോളിന്റെ അംശം ഉണ്ടായിരുന്നുവെന്നാണ് പരിശോധനാ ഫലം. ഈ പരിശോധനാ ഫലമാണ് അല്പസമയം മുമ്പ് പുറത്തു വന്നത്. ഇത് പോലീസിന് ലഭിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം പരിശോധനാ ഫലത്തിൽ കീടനാശിനിയുടെ അംശം സ്ഥിരീകരിച്ചിട്ടുമില്ല. നേരത്തെ കീടനാശിനി ഉണ്ട് എന്നായിരുന്നു കാക്കനാട്ടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ തെളിഞ്ഞത്. ഇത് വിശ്വാസത്തിലെടുക്കാതെയാണ് പിന്നീട് പോലീസ് ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിലേക്ക് ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കായി എത്തിച്ചത്. അവിടെ നടത്തിയ പരിശോധനയുടെ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ ഫലമനുസരിച്ച് മീഥൈൽ ആൽക്കഹോളിന്റെ അംശമാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നതായി റിപ്പോർട്ടിൽ ലഭിച്ചിരിക്കുന്നത്. ഇക്കാര്യം പോലീസിന് ലഭിക്കുകയും ചെയ്തു. സമീർ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ കൊച്ചിയിൽ നിന്നും. സമീർ, ഈ ഫോറൻസിക് ലാബിലെ ഫലത്തിൽ പറയുന്ന മറ്റു പൂർണ്ണമായ കാര്യങ്ങൾ എന്തൊക്കെയാണ്? സമീർ, കേൾക്കാമോ? മനു, ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്തിയ പരിശോധനാ ഫലമാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിൽ വിഷമദ്യത്തിന്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു. കലാഭവൻ മണിയുടെ ആന്തരാവയവങ്ങളുടെ വിശദമായ പരിശോധനയിലും മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമുണ്ട് എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കലാഭവൻ മണിയുടെ മരണത്തിലേക്ക് അദ്ദേഹം ആത്മഹത്യ ചെയ്യില്ല എന്നുള്ള ആ ഒരു വ്യക്തത കുടുംബത്തിനും അദ്ദേഹത്തെ അറിയുന്നവർക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന സാഹചര്യം അദ്ദേഹത്തെ കൊല ചെയ്യുകയാണ് ഉണ്ടായത് എന്നുള്ള കാര്യം അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ ആരോപണം ഉന്നയിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം എങ്ങും എത്താത്ത ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു റിപ്പോർട്ടിലും അതോടൊപ്പം തന്നെ കാക്കനാട് ലാബിൽ നടന്ന പരിശോധനാ ഫലത്തിലും ഒപ്പം ആദ്യം കലാഭവൻ മണിയെ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാർ പറഞ്ഞതും മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമുണ്ട് കലാഭവൻ മണിയുടെ ശരീരത്തിൽ എന്നുള്ളതാണ്. കരൾ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഏറെ നാളായി മദ്യപാനത്തിൽ നിന്നെല്ലാം മാറി നിന്ന കലാഭവൻ മണിയെ അന്ന്, അതായത് മാർച്ച് 5 രാത്രി ഏതാനും സുഹൃത്തുക്കളുടെ കൂടെ അദ്ദേഹം മദ്യപിച്ചു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് പോലീസിന് കണ്ടെത്തിയിരുന്നത്. ആ പോലീസ് കണ്ടെത്തിയ സംഭവങ്ങളിൽ തന്നെ ബിയർ മാത്രമാണ് കഴിച്ചിരുന്നത് എന്നുള്ള കാര്യമാണ് കൂടെ ഉണ്ടായിരുന്നവർ പോലീസ് നൽകിയ മൊഴി. എന്നാൽ ബിയറിൽ ഉള്ളതിനേക്കാൾ ഇത് വിഷമദ്യത്തിൽ കാണുന്ന കാര്യമാണ് മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം. അത്തരത്തിലുള്ള സംഭവം ഉണ്ടായത് എങ്ങനെയാണ്, അവിടെ വ്യാജ ചാരായം അല്ലെങ്കിൽ വാറ്റ് കൊണ്ടുവന്നിരുന്നത് ആരൊക്കെയാണ് തുടങ്ങിയിട്ടുള്ള വളരെ വ്യക്തമായ കാര്യങ്ങളെല്ലാം തന്നെ വളരെ വിശദമായിട്ട് തന്നെ പോലീസിന് പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് കൂടി സഹായകമാവുന്ന ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അതേസമയം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കാക്കനാട് ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനിയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ ഹൈദരാബാദിൽ നിന്ന് ലഭ്യമായിട്ടുള്ള ഈ റിപ്പോർട്ടിൽ പരിശോധനാ ഫലത്തിൽ അത്തരത്തിലുള്ള കീടനാശിനിയുടെ ക്ലോർപൈരിഫോസിൻ്റെ സാന്നിധ്യം ഇല്ല എന്നുള്ള കാര്യമാണ് വ്യക്തമായിരിക്കുന്നത്. ഏതായാലും അമൃത ആശുപത്രിയിലെ ഡോക്ടർമാരും അതൊപ്പം കാക്കനാട് ലാബിൽ നടത്തിയ പരിശോധനാ ഫലത്തിലും ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും പുതിയ ഈ പരിശോധനാ ഫലത്തിലുമെല്ലാം മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യം തന്നെയാണ് കലാഭവൻ മണിയുടെ വിഷയത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യം വ്യക്തമായിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് കലാഭവൻ മണിയുടെ മരണത്തിന് ഇടയാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ അത്രമാത്രം അളവ് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. മരണത്തിന് ഇടയാവുന്ന അത്രമാത്രം ഇതിൻ്റെ എത്ര അളവ്, അതായത് ഇപ്പോൾ ഈ പരിശോധനാ ഫലത്തിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം കുറഞ്ഞ അളവിലാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ മീഥൈൽ ആൽക്കഹോൾ ഉണ്ടായിരുന്നത്. എന്നാൽ അത് പ്രത്യേകിച്ചും അദ്ദേഹം കരൾ സംബന്ധമായ അസുഖങ്ങൾ തുടർന്ന് ഏറെ നാൾ ചികിത്സയിലായിരുന്നു. ആ ഒരു വേളയിൽ ഈ ഇപ്പോൾ ഉള്ള ആ ഒരു കുറഞ്ഞ അളവാണെങ്കിൽ കൂടി അത് ഒരുപക്ഷെ മരണത്തിന് ഇടയാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് സ്ഥിരീകരിക്കേണ്ടത്. ഏതായാലും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇനിയുള്ള അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. കഴിഞ്ഞ മാർച്ച് 6 തീയതിയായിരുന്നു കലാഭവൻ മണിയുടെ വിയോഗം. അത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ട് ഇത്രനാൾ പിന്നിട്ടിട്ടും പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തതയിലേക്ക് ഈ കൊലപാതകമാണോ അതല്ല ആത്മഹത്യയാണോ അത് മറ്റെന്തെങ്കിലും വിധത്തിലുള്ള മരണമാണ് എന്നുള്ള കാര്യം വ്യക്തത ലഭ്യമായിട്ടില്ല. ഏതായാലും അതുമായുള്ള അന്വേഷണത്തിന് ഏറെ ഗുണകരമായ ഒരു റിപ്പോർട്ട് തന്നെയാണ് ഇപ്പോൾ ലഭ്യമായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും മീഥൈൽ ആൽക്കഹോളിൻ്റെ സാന്നിധ്യമാണ് കലാഭവൻ മണിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് ആന്തരാവയവങ്ങളുടെ വിശദമായ പരിശോധന ഫലത്തിലും ലഭ്യമായിട്ടുള്ളത്. 2 ദിവസത്തെ CPIM പോളിറ്റ് ബ്യൂറോ യോഗം ദില്ലിയിൽ ആരംഭിച്ചു. 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പ്രാഥമികമായി പോളിറ്റ് ബ്യൂറോ യോഗം വിലയിരുത്തും. അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ദില്ലി പര്യടനം തുടരുകയാണ്. ഇന്ന് വൈകുന്നേരം ദില്ലി പൗരസമിതി പിണറായി വിജയന് സ്വീകരണം നൽകും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നതിനു ശേഷമുള്ള ആദ്യ പോളിറ്റ് ബ്യൂറോ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത്. ഇന്നും നാളെയുമായി നടക്കുന്ന യോഗത്തിൽ 5 സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തൽ നടക്കും. അതാത് സംസ്ഥാന കമ്മിറ്റികളിൽ നിന്നും റിപ്പോർട്ട് ലഭിച്ച ശേഷം പിന്നീട് വിശദമായ ചർച്ചയുണ്ടാകും. കേരളത്തിൽ മികച്ച വിജയം നേടാനായി കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് CPIM നേതൃത്വത്തിൽ ഇടതുപക്ഷം നടത്തിയ അഴിമതിക്കെതിരായ പോരാട്ടത്തിന്റെ ഫലമാണ് വിജയമെന്ന്
പിണറായി വിജയൻ അടക്കമുള്ള നേതാക്കൾ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. തെരഞ്ഞെടുപ്പിൽ ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് മുമ്പിലെത്തും. പശ്ചിമബംഗാൾ, തമിഴ്നാട്, ആസാം, പുതുച്ചേരി സംസ്ഥാനങ്ങളിൽ പാർട്ടിക്ക് വളർച്ച നേടാനായി എന്നതും വിലയിരുത്തലിന് വിധേയമാകും. അതേസമയം ദില്ലിയിലെത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനം പുരോഗമിക്കുകയാണ്. സാഹിത്യകാരൻ ഓംചേരി എൻ പിള്ളയുടെ നേതൃത്വത്തിൽ ദില്ലി പൗരസമിതി പിണറായി വിജയന് ഇന്നു സ്വീകരണം നൽകും. ഇന്നത്തെ പോളിറ്റ് ബ്യൂറോ യോഗത്തിന് ശേഷം പിണറായി വിജയൻ പൗരസ്വീകരണത്തിൽ പങ്കെടുക്കും. കേരളം, തമിഴ്നാട്, പുതുച്ചേരി, ആസാം, പശ്ചിമബംഗാൾ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലങ്ങളുടെ പ്രാഥമികമായ വിലയിരുത്തലാണ് ഇപ്പോൾ പോളിറ്റ് ബ്യൂറോ യോഗത്തിൽ നടക്കുന്നത്. CPIM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവന് മുമ്പിൽ നിന്നും ക്യാമറാമാൻമാരായ രാജീവ് കർണാടിക്കും ശൈലേഷ് കലായിക്കൊപ്പം സന്തോഷ് സർലിംഗ്.